ഈ കഴിഞ്ഞ ഒക്ടോബർ 11-ന് ഞാൻ എറണാകുളത്ത് പോകണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ അമ്മയും കുഞ്ഞിനെ കണ്ടപ്പോൾ എൻ്റെ അമ്മേനെ എനിക്ക് ഓർമ്മ വന്നത്. അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, അറിയാം, പക്ഷേ പഴയ ഓർമ്മകളൊക്കെ വന്നു. എറണാകുളം ജംഗ്ഷൻ എത്തണ മുമ്പ് ഞാൻ തൃപ്പൂണിത്തറയിലാണ് ഇറങ്ങിയത്. അവിടെ ജ്യോതിഷിനെ കാണാൻ പറ്റി. അവിടെ ഒരു കുഞ്ഞാവ ഉണ്ടായിരുന്നു, കുഞ്ഞാവിനെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ എൻ്റെ അമ്മയുടെ ഓർമ്മ തന്നെയാണ് അപ്പോഴും വന്നത്. അമ്മ തിരിച്ചു വരും കുഞ്ഞാവയായിട്ട്, ആ ഓർമ്മ തന്നെ എനിക്ക് തിരിച്ചു വന്നു. എറണാകുളം എൻ്റെ സ്വന്തം നാടല്ല, പക്ഷേ ഞാൻ കൂടുതലും നാളുണ്ടായിരുന്നത് എറണാകുളത്ത് തന്നെയാണ്. കാരണം ജനിച്ചത് മദ്രാസിലാണെങ്കിലും വളർന്ന് പല ദിക്കിലായിട്ടാണ്. സ്വന്തം നാട്ടിൽ വല്ലപ്പോഴും ചെല്ലണ ഗസ്റ്റ് മാത്രമായിരുന്നു സത്യത്തിൽ. അന്ന കാര്യം മംഗളമായിട്ട് നടന്നു. എനിക്ക് അറിയേണ്ടത് എൻ്റെ അമ്മയുടെ കാര്യമായിരുന്നു. അമ്മ തിരിച്ചു വരുമോ, അതിലെത്രത്തോളം സത്യമുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എത്തേണ്ട സ്ഥലത്താണ് എത്തിയത്. കാരണം അമ്മ മരിക്കുന്നതിന് കുറച്ചാൾക്ക് മുമ്പ് തന്നെയാണ് ഈ കാലഭൈരവനായിട്ടുള്ള ടച്ചിങ് കിട്ടിയത്. കാര്യം ഞാൻ എപ്പോഴും അമ്മയോട് പറയും, അമ്മ എനിക്ക് 10 കൈ വേണം, കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. അപ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഈ ചിത്രമാണ് എൻ്റെ ഫ്രണ്ടിൽ വന്നത്. ആ സമയത്ത് ഒരു പട്ടിയും എൻ്റെ അടുത്ത് യാദൃശ്ചികമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ കാലഭൈരവനാണോ? പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഗണപതി, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ണൻ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ എനിക്ക് ഇവിടുന്ന് അറിയാൻ സാധിക്കും. 100% അത് എനിക്ക് അറിയാൻ സാധിച്ചു. അമ്മ തിരിച്ചു വരും. കാരണം കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളും അമ്മ ആരായിരുന്നു, ഞാൻ ആരായിരുന്നു, വസിഷ്ഠ മഹർഷി അവിടെ വരുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ വിശദീകരിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ വളരെ സന്തോഷമായി. അമ്മ പറയാറുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖക്കമലത്തിൽ കൂടി എനിക്ക് കേൾക്കാൻ സാധിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി, 100% ബോധ്യമായി. എറണാകുളം അരൂരുള്ള വസിഷ്ഠ നാടി ജ്യോതിഷം നോക്കുന്ന സ്വാമിയുടെ പേര് മധുസൂദന പണിക്കർ എന്നാണ്. വസിഷ്ഠ മഹർഷിയുടെ ചിന്താഗതികളിലും സ്വാത്വികമായിട്ട് അമ്മ തീർച്ചയായിട്ടും മകളായിട്ട് തന്നെ തീർച്ചയായിട്ടും. താങ്ക് യു. പിന്നെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം അല്ലേ? സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി ഞാൻ ഇപ്പൊ ഇട്ടിരിക്കണത് സൂര്യ രവീന്ദ്ര മേനോൻ. അത് മാറ്റിയിട്ട് ബൃഹസ്പതി സൂര്യനാരായണ പൂർവ്വ ജന്മത്തിലെ നാമം തിരിച്ചു വരുമ്പോ അങ്ങനെ മാറിക്കൊണ്ടിട്ടുണ്ട് ആണല്ലേ? ചിന്താഗതിയിലൊക്കെ മാറിക്കൊണ്ട് അതിലൂടെ എല്ലാം നേടാനും പറ്റും. താങ്ക് യു സാർ. ഇവിടെ വന്ന പോലെയല്ല തിരിച്ചു പോയപ്പം. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് തിരിച്ചു പോയത്. കാരണം അമ്മ തിരിച്ചു വരുന്നുള്ളത് 100% ഉറപ്പായി. എല്ലാവരുടെയും അനുഗ്രഹമുണ്ട്.